guys, welcome to Deva's Kitchen. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാബേജ് മെഴുക്ക് വരട്ടിയാണ്. എപ്പോഴും നിങ്ങൾ ക്യാബേജ് തോരനൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് മെഴുക്ക് വരട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ തോരൻ അരിയും പോലെ അല്ല അരിയേണ്ടത്, നമ്മളിങ്ങനെ നീളത്തിന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഞാനൊരു 1/4 കിലോ എടുത്തു വെച്ചിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, അതും നീളത്തിൽ കീറിയെടുത്തു. പിന്നെ ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തു, അത് വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ടില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ച് തേങ്ങയും കൂടെ ഇടുന്നതാണ് ഇഷ്ടം. എന്ന് വെച്ച് തോരനാണെന്ന് വിചാരിക്കേണ്ട, ലാസ്റ്റ് കുറച്ചൊരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം, കടുക് വേണം, വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതേ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായിക്കോട്ടെ. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില, ഇതിലേക്ക് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. സവാള ഒന്നും ഒരുപാട് വഴന്ന് കിട്ടുന്നവരെ ഒന്നും ഇടണ്ട, ഇതിന് മുന്നേ തന്നെ നമുക്ക് ക്യാബേജും ചേർക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഒന്ന് മൂത്ത് പോകുന്ന വരെയൊന്നും ചെയ്യണ്ട കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കളർ ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തു, അത് വഴറ്റാൻ വേണ്ടിയിട്ട്, സവാളയ്ക്ക് വേണ്ടിയിട്ട് ഒരു നുള്ള് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അടച്ചു വെച്ച് വേവിച്ചത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇല്ലാതെ തന്നെ ഇപ്പം ചെയ്ത് വെച്ചത് തന്നെ എടുത്താലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമ്മളിതൊന്ന് നന്നായിട്ട് കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അടച്ചു വെച്ചത് കൊണ്ട് നമ്മൾ ആവിയിലിരുന്ന് വെന്തുകൊണ്ട് കുറച്ചൊരു നനവുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാബേജ് മെഴുക്ക് വരട്ടി റെഡിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്യാബേജ് തോരനായിരിക്കും, ചെറുതായിട്ട് അരിഞ്ഞ്. അരിയാനും പാടാണ്.
ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനും പറ്റും, അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.